ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കോട്ടയുടെ കഥയല്ല. കാലത്തിൻ്റെ നെഞ്ചിൽ അടയാളമായി നിലകൊള്ളുന്ന ഖത്തറിൻ്റെ ആത്മാവിൻ്റെ കഥയാണ്. ഇത് അൽ സുബ്ര കോട്ടയാണ്. ഖത്തറിൻ്റെ വടക്കേ അറ്റത്ത് മണൽക്കാറ്റ് കാലത്തിൻ്റെ ശബ്ദമായി മുഴങ്ങുന്ന ഒരു മരുഭൂമിയിൽ ഒരു നിശബ്ദ കോട്ട സ്ഥിതി ചെയ്യുന്നു. അത് വെറും കല്ലും ചുണ്ണാമ്പും കൊണ്ടുള്ള ഒരു കെട്ടിടമല്ല. ഇത് ഖത്തറിൻ്റെ പൂർവ്വ ഗൗരവത്തിൻ്റെ കാവൽക്കാരനാണ്. ഇന്നിവിടം ശൂന്യമായ ഒരു മരുഭൂമിയാണ്. പക്ഷേ 250 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ അതിസമ്പന്നമായ ഒരു നഗരമുണ്ടായിരുന്നു. 1700-1800 കാലഘട്ടങ്ങളിൽ അൽ സുബ്ര അറേബ്യൻ ഗൾഫിലെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. കോട്ടയുടെ മുൻഭാഗം വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. വാഹനം പാർക്ക് ചെയ്ത് ഞങ്ങൾ കോട്ടയ്ക്കുള്ളിലേക്ക് നടന്നു. ഈ സായാഹ്നത്തിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കോട്ടയുടെ കാഴ്ച വളരെ മനോഹരമായി തോന്നി. കോട്ടയുടെ പ്രവേശന ഭാഗത്ത് നിങ്ങൾക്ക് ഒരു പഴയ പീരങ്കി കാണാം. ഇത് കോട്ടയുടെ പ്രതിരോധത്തിനായി ഉപയോഗിച്ചിരുന്ന പഴയ ആയുധങ്ങളുടെ ഒരു പ്രതീകമായി നിലകൊള്ളുന്നു. സമചതുരാകൃതിയിൽ നിർമ്മിക്കപ്പെട്ട കോട്ടയുടെ നടുത്തളത്തിൽ നിന്നും മുകളിലേക്കുള്ള പടവുകൾ കയറി 4 കോണുകളിലും വലിയ വാച്ച് ടവറുകളോടുകൂടിയ കോട്ടയുടെ ചുവരുകൾ നിർമ്മിച്ചിരിക്കുന്നത് വളരെ കനം കൂടിയ ചുണ്ണാമ്പും മണ്ണും ചേർത്താണ്. കോട്ടയുടെ നടുവിൽ ഒരു തുറന്ന മൈതാനമുണ്ട്. വെള്ളം സൂക്ഷിക്കാനുള്ള ഒരു കിണർ, സൈനികർ താമസിച്ച മുറികൾ തുടങ്ങിയവയും ഈ ഭാഗത്തുണ്ട്. ഓരോ വാതിലും ഒരു രക്ഷാപാതയാണ്. ഓരോ ജാലകവും ഒരു തോക്കിന്റെ കാഴ്ചയാണ്. ഇത് വെറും ഒരു കെട്ടിടമായിരുന്നില്ല, മറിച്ച് ഒരു യുദ്ധതന്ത്രമായിരുന്നു. അക്കാലത്ത് കോട്ടയ്ക്ക് പല ഉപയോഗങ്ങളുണ്ടായിരുന്നു. ഈ കോട്ട പോലീസ് സ്റ്റേഷനായും കസ്റ്റംസ് ഓഫീസായും സൈനിക ക്യാമ്പായും തടവുകാരുടെ ജയിലായും ഉപയോഗത്തിലിരുന്നു. വ്യാപാര കപ്പലുകൾ എത്തുമ്പോൾ അവ പരിശോധനയ്ക്കായി ഇവിടെ നിന്നും കസ്റ്റംസ് ഓഫീസർ അത്തരം കപ്പലുകൾ പരിശോധനയിൽ ഏർപ്പെട്ടിരുന്നു. ഈ കോട്ട ഉപയോഗത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ അൽ സുബ്ര നഗരവും ഖത്തറും ശത്രുക്കൾ പണ്ടേ കീഴടക്കിയേനെ. കോട്ടയ്ക്ക് മുകളിലെ വാച്ച് ടവറിൽ നിൽക്കുമ്പോൾ കാഴ്ച ഇപ്രകാരമാണ്. അങ്ങകലെ സൂര്യൻ അസ്തമിക്കുന്നു. പിന്നിൽ കോട്ടയുടെ വിശാലമായ മധ്യഭാഗം. സമചതുരാകൃതിയിലാണ് കോട്ട നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വ്യക്തം. മുകളിലേക്ക് കയറിപ്പോകുന്നതിന് ഇത്തരത്തിൽ ചുരുണ്ട ഗോവണികളുണ്ട്. പടവുകൾ കയറി മുകളിലെത്താം. 4 വാച്ച് ടവറുകളിലേക്കും കയറിപ്പോകുന്നതിന് ഇതുപോലുള്ള ചുരുണ്ട ഗോവണികളുണ്ട്. വാച്ച് ടവറുകൾക്ക് മുകളിൽ നിൽക്കുമ്പോൾ കോട്ടയുടെ വ്യക്തമായ രൂപം കാണാം. കോട്ടയ്ക്കുള്ളിലെ വാച്ച് ടവറിന്റെ നിർമ്മാണ രീതി ഇപ്രകാരമാണ്. 4 വാച്ച് ടവറുകളാണ് ഈ കോട്ടയ്ക്കുള്ളിൽ ഉള്ളത്. അക്കാലത്ത് ഖത്തറിൽ നിന്നും ബഹ്റൈൻ, ഒമാൻ, ഇന്ത്യ, ഇറാൻ തുടങ്ങി പല സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്നും വ്യാപാരം നടന്നിരുന്നു. അൽ സുബ്ര ഖത്തറിന്റെ ആദ്യ സാമ്പത്തിക തലസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. സമ്പത്ത് കുന്നുകൂടിയപ്പോൾ അതിൽ അസൂയാലുക്കളുമുണ്ടായി. കടൽ കള്ളന്മാർ, ശത്രു ഗോത്രങ്ങൾ, വിദേശ ശക്തികൾ തുടങ്ങിയവ പലതവണ ഖത്തറിനെ ആക്രമിച്ചു. അതിനാൽ 1938 ഖത്തറിന്റെ ഭരണാധികാരി ഷെയ്ഖ് അബ്ദുള്ള ബിൻ ജാസിം അൽ താനി ഈ കോട്ട പണിതു. അൽ സുബ്ര ഫോർട്ട് ഖത്തറിന് ഒരു കാവൽ കോട്ടയായി മാറി. തീരദേശം സംരക്ഷിക്കുക, കടൽ വഴിയുള്ള ആക്രമണം തടയുക, നഗരത്തെ കാവൽ നിൽക്കുക തുടങ്ങിയവയായിരുന്നു ഈ കോട്ടയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. വാച്ച് ടവറിൽ നിന്നും കാഴ്ചകൾ കണ്ടതിനു ശേഷം പടവുകൾ ഇറങ്ങി താഴേക്ക്
പടവുകളിറങ്ങി താഴേക്കെത്തുന്നത് കോട്ടയുടെ 1-ാം നിലയിലേക്ക് തന്നെയാണ്. ഏകദേശം 3 അടി വീതിയിൽ കോട്ടയ്ക്കുള്ളിലായി 4 വശങ്ങളിലും നീണ്ടുപോകുന്ന നടപ്പാത പോലുള്ള ഭാഗമുണ്ട്. അതിലൂടെ നടന്ന് എല്ലാ വാച്ച് ടവറുകളിലേക്കും എത്തിച്ചേരാം. കോട്ടയുടെ താഴത്തെ നിലയിൽ നിരവധി റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കോട്ടയുടെ സുവർണ കാലഘട്ടത്തിൽ പല ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന മുറികളാണവ. ഇന്നിപ്പോൾ ഈ മുറികളിൽ സജ്ജീകരിച്ചിട്ടുള്ള ഇൻഫർമേഷൻ സെന്ററുകളിൽ നിന്നും കോട്ടയുടെ ചരിത്രം, അതിന്റെ പ്രാധാന്യം തുടങ്ങിയ വിശദ വിവരങ്ങൾ അടങ്ങുന്ന ഒരുപാട് ഇൻഫർമേഷനുകൾ നമുക്ക് ലഭിക്കും. പഴയ ആയുധങ്ങൾ, കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ, മുത്തുവേട്ടയ്ക്കുള്ള ഉപകരണങ്ങൾ ഇവിടെയുള്ള ചെറു മ്യൂസിയത്തിൽ ഇപ്പോഴുമുണ്ട്. സൂര്യൻ പടിഞ്ഞാറെ ചക്രവാളത്തിൽ അസ്തമിക്കുന്നു. വളരെ മനോഹരമായൊരു കാഴ്ച. വർഷങ്ങൾ കടന്നുപോയി, കാലം മാറി, മുത്തു വ്യവസായം തകർന്നു, പുതിയ തുറമുഖങ്ങൾ ഉണ്ടായി. അൽ സുബ്ര നഗരം പതുക്കെ മണലിലേക്ക് മറഞ്ഞു. വീടുകൾ, മാർക്കറ്റുകൾ, തുറമുഖങ്ങൾ എല്ലാം മരുഭൂമിയുടെ അടിയിലായി. പക്ഷെ കോട്ട മാത്രം നിലനിന്നു, ഒരു കാവൽക്കാരനെ പോലെ, ഖത്തറിന്റെ ചരിത്രം കാത്തുകൊണ്ട്.